പ്രിയപ്പെട്ട കുട്ടികളെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസോണർ ഓഫ് എ ബില്ല് നിരാകരിക്കൽ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഡിസോണർ ഓഫ് എ ബിൽ എന്ന് പറഞ്ഞാൽ? When the drawee fails to pay the bill amount on due date, it is called dishonor of the bill. When the drawee fails to pay the bill amount on due date, it is called dishonor of the bill. ഡ്യൂ ഡേറ്റിൽ ബിൽ എമൗണ്ട് നൽകാൻ ഡ്രോയി പരാജയപ്പെടുമ്പോൾ അതിനെയാണ് ഡിസോണർ ഓഫ് ദ ബിൽ അല്ലെങ്കിൽ ബിൽ നിരാകരിക്കൽ എന്ന് പറയുന്നത്. ഡ്യൂ ഡേറ്റിൽ ബിൽ എമൗണ്ട് നൽകാൻ ഡ്രോയി പരാജയപ്പെടുമ്പോൾ അതിനെയാണ് ബില്ല് നിരാകരിക്കൽ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഓൺ ഡ്യൂ ഡേറ്റ്. ഇറ്റ് മീൻസ് ദ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഓൺ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം നൽകാത്തതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം നൽകാത്തതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ബില്ലിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന ദിവസം പണം നൽകുന്നതിൽ ഡ്രോയി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് നമ്മൾ ഡിസോണർ ഓഫ് ദ ബിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബില്ലിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്ന ദിവസം പണം നൽകുന്നതിൽ ഡ്രോയി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് ബില്ല് നിരാകരിക്കൽ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. When the bill is dishonored, bill becomes valueless and debtor-creditor relationship between parties comes into existence again. When the bill is dishonored, bill becomes valueless and debtor-creditor relationship between parties comes into existence again. ബില്ല് നിരാകരിക്കുമ്പോൾ ബില്ല് വിലയില്ലാത്തതാകുന്നു. ബില്ല് നിരാകരിക്കുമ്പോൾ വിലയുള്ള ആ ബില്ല് വിലയില്ലാത്തതായി വരുന്നു. ബില്ല് നിരാകരിക്കുമ്പോൾ ബില്ല് വിലയില്ലാതാകുകയും ഈ കക്ഷികൾക്കിടയിൽ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ഡെപ്റ്റർ ക്രെഡിറ്റർ ബന്ധം വീണ്ടും നിലവിൽ വരികയും ചെയ്യുന്നു. ഒരു ബില്ല് ഡിസോണറായി കഴിഞ്ഞാൽ ആ ബില്ലിന് വിലയില്ലാതാകുന്നു. അതോടൊപ്പം തന്നെ ഡ്രോയി എന്ന റിലേഷൻഷിപ്പ് മാറി അവർ തമ്മിൽ വീണ്ടും ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പായിരിക്കും വരിക. വിൽപ്പനക്കാരൻ ക്രെഡിറ്ററും പർച്ചേസർ ഡെപ്റ്ററുമായി വീണ്ടും ഇവർക്കിടയിൽ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് വരുന്നു. ഒരു ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ ബില്ല് വിലയില്ലാത്തതാകുന്നു. അതുപോലെ തന്നെ നിലവിൽ ബില്ല് ഉള്ള സമയത്തുള്ള അവരുടെ ബന്ധം ഡ്രോയി ബന്ധമായിരുന്നു. പക്ഷേ ബില്ല് അനാദരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബില്ല് നിരാകരിക്കപ്പെടുമ്പോൾ ഈ കക്ഷികൾക്കിടയിൽ ഡ്രോയി ബന്ധം മാറി ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പായിട്ട് വീണ്ടും നിലവിൽ വരുന്നു. അതായത് വിൽപ്പനക്കാരൻ ക്രെഡിറ്ററായും അതുപോലെ തന്നെ പർച്ചേസർ ഡെപ്റ്ററായും വരുന്നു. When the bill is dishonored, drawer or holder of the bill should register the fact of dishonor with the notary public. This process is called noting. When a bill is dishonored, drawer or holder of the bill should register the factor of dishonor with the notary public. This process is called noting. ഒരു ബില്ല് നിരാകരിക്കുമ്പോൾ ഡ്രോയർ അല്ലെങ്കിൽ ബില്ലിൻ്റെ കൈവശക്കാരൻ നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നിരാകരിക്കപ്പെട്ട വസ്തുത ബില്ലിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു ബില്ല് നിരാകരിക്കുമ്പോൾ, ഒരു ബില്ല് ഡിസോണർ ആകുമ്പോൾ ബില്ലിൻ്റെ കൈവശക്കാരൻ അല്ലെങ്കിൽ ഡ്രോയർ നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് ഈ നിരാകരിക്കപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഡിസോണറായിട്ടുള്ള ഈ വസ്തുത ബില്ലിൽ രജിസ്റ്റർ ചെയ്യണം.
ഈ പ്രക്രിയയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് കാലാവധി ദിനത്തിൽ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന തുക നൽകാൻ ഡ്രോയി ബാധ്യസ്ഥനാണ്. കാലാവധി ദിനത്തിൽ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന തുക നൽകാൻ ഡ്രോയി ബാധ്യസ്ഥനാണ്. കാലാവധി ദിനത്തിൽ ബിസിനസ് പ്രവൃത്തി സമയത്തിനുള്ളിൽ ബിൽ തുക നൽകാൻ ഡ്രോയി പരാജയപ്പെടുമ്പോൾ ബില്ല് നിരാകരിക്കപ്പെടുന്നു. ഇങ്ങനെ നിരാകരിക്കപ്പെട്ട ബില്ലുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ സാധാരണയായി ബില്ലുകൾ നോട്ടറി പബ്ലിക്കിന് മുന്നിൽ നോട്ട് ചെയ്യേണ്ടതാണ്. നോട്ടറി പബ്ലിക്കിന് മുമ്പിൽ ഇത് കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് ഈ ഡിസോണർ വസ്തുത അതിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ പ്രക്രിയയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് നോട്ടിംഗ്? വാട്ട് ഈസ് നോട്ടിംഗ്? Noting is the act of entering the fact of dishonor of a bill by the notary public. It is the act of entering the fact of dishonor of a bill by the notary public. Notary public ബില്ലിൻ്റെ നിരാകരിക്കപ്പെട്ട വസ്തുത ബില്ലിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രവൃത്തിയാണ് നോട്ടിംഗ്. നോട്ടറി പബ്ലിക് ബില്ലിൻ്റെ നിരാകരിക്കപ്പെട്ട കാര്യം അല്ലെങ്കിൽ വസ്തുത ബില്ലിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രവൃത്തിയാണ് നോട്ടിംഗ്. ബില്ല് ഡിസോണറായി കഴിഞ്ഞാൽ നോട്ടറി പബ്ലിക്കിൻ്റെ മുമ്പാകെ ഇത് കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് ഈ ഡിസോണർ വസ്തുത രേഖപ്പെടുത്തുകയും വേണം. ഇങ്ങനെ ഡിസോണർ വസ്തുത ബില്ലിൽ രേഖപ്പെടുത്തുന്ന ഈ പ്രക്രിയയ്ക്ക് ഈ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് നോട്ടിംഗ്. ഇനി ആരാണ് നോട്ടറി പബ്ലിക്? നോട്ടറി പബ്ലിക് ആരാണ്? Notary public is a person appointed by government or court for the purpose of entering the fact of dishonor of the bill. Notary public is a person appointed by government or court for the purpose of entering the fact of dishonor of the bill. ബില്ലിൻ്റെ നിരാകരിക്കൽ വസ്തുത രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് അല്ലെങ്കിൽ കോടതി നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് നോട്ടറി പബ്ലിക്. സാധാരണമായി അഡ്വക്കേറ്റുമാരാണ് നോട്ടറി പബ്ലിക്കായിട്ട് വരാറുള്ളത്. ബില്ലിൻ്റെ നിരാകരിക്കൽ വസ്തുത രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോടതിയോ നിയമിക്കുന്ന വ്യക്തിയാണ് നോട്ടറി പബ്ലിക്. നോട്ടറി പബ്ലിക് ചാർജസ് എ റെമ്യൂണറേഷൻ ഫോർ ദെയർ സർവീസസ്. നോട്ടറി പബ്ലിക് ചാർജസ് എ റെമ്യൂണറേഷൻ ഫോർ ദെയർ സർവീസ്. നോട്ടറി പബ്ലിക് അവരുടെ സേവനത്തിന് ഒരു പ്രതിഫലം ചുമത്തുന്നു. നോട്ടറി പബ്ലിക് അവരുടെ സേവനത്തിന് ഒരു പ്രതിഫലം ചുമത്തുന്നു. ഡിസോണർ വസ്തുത ബില്ലിൽ രേഖപ്പെടുത്തേണ്ടത് നോട്ടറി പബ്ലിക്കാണ്. ഈ ഡിസോണർ വസ്തുത രേഖപ്പെടുത്തുന്ന ഈ പ്രവൃത്തിക്ക് അദ്ദേഹം ഒരു പ്രതിഫലം ഈടാക്കാറുണ്ട്. ആ പ്രതിഫലത്തെ നമ്മൾ പറയുന്ന പേര് നോട്ടിംഗ് ചാർജ് എന്നാണ്. ദിസ് റെമ്യൂണറേഷൻ ഈസ് കാൾഡ് നോട്ടിംഗ് ചാർജ്. ഈ പ്രതിഫലത്തെ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നു. നോട്ടറി പബ്ലിക് അവരുടെ സേവനത്തിന് ഒരു പ്രതിഫലം ചുമത്തുന്നു. ഈ പ്രതിഫലത്തെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. നോട്ടിംഗ് എന്ന സേവനം ചെയ്യുമ്പോൾ നോട്ടറി പബ്ലിക് ഡ്രോയറിൽ നിന്ന് അല്ലെങ്കിൽ ബില്ലിൻ്റെ കൈവശക്കാരനിൽ നിന്നും ഒരു പ്രതിഫലം ഈടാക്കുന്നു. ഈ പ്രതിഫലത്തെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. എന്താണ് നോട്ടിംഗ് ചാർജ്? വാട്ട് ഈസ് നോട്ടിംഗ് ചാർജ്? ഇറ്റ് ഈസ് എ റെമ്യൂണറേഷൻ ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഫോർ ദി പർപ്പസ് ഓഫ് എൻറ്ററിങ് ദി ഫാക്ട് ഓഫ് ഡിസോണർ ഓഫ് എ ബിൽ. ഇറ്റ് ഈസ് എ റെമ്യൂണറേഷൻ ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഫോർ ദി പർപ്പസ് ഓഫ് എൻറ്ററിങ് ദി ഫാക്ട് ഓഫ് ഡിസോണർ ഓഫ് ദ ബിൽ. ബില്ലിൻ്റെ നിരാകരിക്കൽ വസ്തുത രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തിനു വേണ്ടി നോട്ടറി പബ്ലിക് ചുമത്തുന്ന ഒരു പ്രതിഫലമാണ് നോട്ടിംഗ് ചാർജ്. ബില്ലിൻ്റെ നിരാകരിക്കൽ വസ്തുത രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തിനു വേണ്ടി നോട്ടറി പബ്ലിക് ചുമത്തുന്ന പ്രതിഫലമാണ് നോട്ടിംഗ് ചാർജ്. നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ഡ്രോയർ ഓർ ഹോൾഡർ ഓഫ് ദ ബിൽ. ഡിസോണർ ആകുന്ന സമയത്ത് ബില്ല് ആരുടെ കൈവശമാണോ ബില്ല് ഉള്ളത് അദ്ദേഹമാണ് നോട്ടിംഗ് ചാർജ് നൽകുന്നത്. ബില്ല് ഡിസോണർ ആകുന്ന സമയത്ത് ബില്ല് ഡ്രോയറുടെ കൈവശമാണെങ്കിൽ നോട്ടിംഗ് ചാർജ് നൽകുന്നത് ഡ്രോയർ ആയിരിക്കും. അതേസമയം ബാങ്കിൻ്റെ കൈവശമാണ് ബില്ല് എങ്കിൽ
ഡിസോണർ ആകുന്ന സമയത്ത് ബാങ്ക് ആയിരിക്കും നോട്ട് ഇൻ ചാർജ് നൽകുക. അതേപോലെ എൻഡോസ് ചെയ്ത ബില്ലാണ് എങ്കിൽ എൻഡോസിയുടെ കയ്യിലായിരിക്കും ബില്ല്. ആ സമയത്ത് ഡ്യൂ ഡേറ്റിൽ പണം കിട്ടേണ്ട വ്യക്തി എൻഡോസിയാണ്. ആ ഡ്യൂ ഡേറ്റിൽ ബില്ല് ഡിസോണർ ആകുമ്പോൾ നോട്ട് ഇൻ ചാർജ് നൽകുന്നത് എൻഡോസി ആയിരിക്കും. ബട്ട് ഇറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ ഡ്രോയി. പക്ഷെ ഇത് നമ്മൾക്ക് ആരിൽ നിന്ന് വീണ്ടെടുക്കാം? ഡ്രോയിൽ നിന്ന് വീണ്ടെടുക്കാം. ബട്ട് ഇറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഡ്രോയി. പക്ഷെ ഈ തുക ഡ്രോയിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിക്കും. ബട്ട് ഇറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഡ്രോയി. ഡ്രോയിൽ നിന്നും ഈ തുക വീണ്ടെടുക്കാൻ സാധിക്കും. ഇവിടെ ഡിസോണർ എന്നുള്ള ബില്ലിൻ്റെ നിരാകരിക്കൽ ഡ്രോയറെയും ഡ്രോയിയെയും ഒരുപോലെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡ്രോയറുടെയും ഡ്രോയിയുടെയും ബുക്കിൽ ജേണൽ എൻട്രികൾ ആവശ്യമാണ്. എന്തെല്ലാം ജേണൽ എൻട്രികളാണ് ഈ കേസിൽ ആവശ്യമായി വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ഡ്രോയർ. ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ. ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ. ഒന്നാമത്തത്, when the bill retained till due date is dishonored. When the bill retained till due date is dishonored. ഡ്യൂ ഡേറ്റ് വരെ നിലനിർത്തിയ ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിരാകരിക്കുമ്പോൾ, ഡ്യൂ ഡേറ്റ് വരെ നിലനിർത്തിയ ബില്ല് നിരാകരിക്കുമ്പോൾ ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രി എന്താ? ബില്ല് നിരാകരിക്കുമ്പോൾ ആ ബില്ല് ഡ്രോയറുടെ കൈവശമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഡ്രോയറുടെ കൈവശം ഉള്ള ഒരു ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ഇവിടെ ബില്ല് സ്വീകരിക്കുന്ന സമയത്തുള്ള ജേണൽ എൻട്രികൾ വിപരീതമായി രേഖപ്പെടുത്തിയാൽ മതി. ബില്ല് കിട്ടുമ്പോൾ ജേണൽ എൻട്രി ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡ്രോയി അക്കൗണ്ട്. എന്നാൽ ഈ ബില്ല് ഡ്യൂ ഡേറ്റിൽ നിരാകരിക്കുമ്പോൾ ജേണൽ എൻട്രി, ഈ ബില്ല് കിട്ടുന്ന ജേണൽ എൻട്രിയുടെ വിപരീതമാണ്. ജേണൽ എൻട്രി വരുന്നത് ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഡ്രോയി വീണ്ടും നമ്മുടെ ഡെപ്റ്ററായിട്ട് വരുന്നു. ഡ്രോയി എന്ന ഡെപ്റ്റർ വർദ്ധിക്കുന്നു, അതേസമയം ബിൽ റിസീവബിൾ എന്ന അസറ്റ് കുറയുന്നു. ഇനി രണ്ടാമത്തത്, ഡ്യൂ ഡേറ്റ് വരെ നിലനിർത്തിയ ബില്ല് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബിൽ റിസീവബിൾ ഡിസോണേറ്റ്. നരേഷൻ ഇതാണ്. രണ്ട്, when the bill discounted with the bank is dishonored. When the bill discounted with the bank is dishonored. ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിരാകരിക്കുമ്പോൾ, ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് നിരാകരിക്കുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്താ? ഈ കേസിൽ ഡ്രോയി നമ്മൾക്ക് പണം തരാനുള്ളതായിട്ട് വരും. കാരണം ഈ കേസിൽ ബില്ല് ഡിസോണർ ആകുമ്പോൾ ഡ്രോയി നമ്മുടെ ഡെപ്റ്റർ ആകുന്നു. ഡെപ്റ്റർ എന്ന അസറ്റ് വർദ്ധിക്കുന്നു. ഇവിടെ ബാങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാങ്കിന് ഡ്യൂ ഡേറ്റിൽ പണം കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ ബാങ്കിന് നമ്മൾ പണം നൽകേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ ബാങ്ക് നമ്മുടെ ക്രെഡിറ്റർ ആയിട്ട് വരുന്നു. ബാങ്ക് നമ്മുടെ ക്രെഡിറ്റർ ആകുന്നു. ഇവിടെ വരുന്ന ജേണൽ എൻട്രി ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റർ അക്കൗണ്ട്. ബില്ല് നിരാകരിക്കുമ്പോൾ ഡ്രോയി വീണ്ടും നമ്മുടെ ഡെപ്റ്റർ ആകുന്നു. അങ്ങനെയെങ്കിൽ ഡെപ്റ്റർ എന്ന അസറ്റ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഡ്രോയിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഈ ബില്ല് നമ്മൾ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് പണം നമ്മൾ സ്വീകരിച്ചു, പക്ഷേ ഡ്യൂ ഡേറ്റിൽ ബാങ്കിന് പണം ലഭിച്ചില്ല. പണം ലഭിച്ചില്ല എങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ആളോട് തന്നെയാണ് ബാങ്ക് പണം ആവശ്യപ്പെടുക. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളാണ് ബാങ്കിന് പണം നൽകേണ്ടത്. ഡ്യൂ ഡേറ്റിൽ പണം ഡ്രോയി നൽകിയിട്ടില്ലെങ്കിൽ ആരാണോ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തത്, ഡിസ്കൗണ്ട് ചെയ്ത ആൾ തന്നെയാണ് ബാങ്കിന് പണം നൽകേണ്ടത്. അങ്ങനെ ഡിസോർഡറായി കഴിഞ്ഞാൽ നമ്മളോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെടും. ഡ്യൂ ഡേറ്റിൽ പണം അടയ്ക്കാൻ ആവശ്യപ്പെടും. അങ്ങനെയെങ്കിൽ ബാങ്ക് നമ്മുടെ ക്രെഡിറ്റർ ആകുന്നു. ഇവിടെ ബാങ്ക് നമ്മുടെ ക്രെഡിറ്റർ ആകുന്നു. ഇവിടെ ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റർ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. ഇവിടെ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഡിസ്കൗണ്ടഡ് ബിൽ റിസീവബിൾ ഡിസോണേറ്റ്. ഡിസ്കൗണ്ട് ചെയ്ത ബിൽ റിസീവബിൾ ഡിസോണറായി. ഡിസ്കൗണ്ട് ചെയ്ത ബിൽ റിസീവബിൾ ഡിസോണറായി. എന്താ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോഴുള്ള ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്.
നെക്സ്റ്റ്, വെൻ ബിൽ എൻഡോസ്ഡ് ടു ക്രെഡിറ്റർ ഈസ് ഡിസോണേഡ്. ക്രെഡിറ്റർക്ക് എൻഡോസ് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോൾ അല്ലെങ്കിൽ നിരാകരിക്കുമ്പോൾ, ക്രെഡിറ്റർക്ക് എൻഡോസ് ചെയ്ത ബില്ല് നിരാകരിക്കുമ്പോഴുള്ള ജേണൽ എൻട്രികൾ എന്തെല്ലാം? എന്തായിരിക്കും വരിക? ബില്ല് നിരാകരിക്കുമ്പോൾ ഇവിടെ ഡ്രോയി വീണ്ടും നമ്മുടെ ഡെപ്റ്റർ ആകുന്നു. ബില്ല് നമ്മുടെ ക്രെഡിറ്റർക്ക് എൻഡോസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റർ എന്ന ബാധ്യത കുറയുന്നു. അതേസമയം ആ ബില്ല് നിരാകരിക്കുമ്പോൾ എൻഡോസി വീണ്ടും നമ്മുടെ ക്രെഡിറ്ററായിട്ട് വരുന്നു, അതായത് ഡിസോർഡറിൻ്റെ ഇവിടെ വരുന്ന ജേണൽ എൻട്രി ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റർ അക്കൗണ്ട്. നമ്മൾക്ക് ആര് പണം തരാനുണ്ട്? നമ്മൾക്ക് ഡ്രോയി പണം തരാനുണ്ട്. നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? നമ്മൾ ക്രെഡിറ്റർക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻഡോസിക്ക് പണം നൽകാനുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന ജേണൽ എൻട്രി എൻഡോസ് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്, എൻഡോസ്ഡ് ബിൽ റിസീവബിൾ ഡിസോണേഡ്. 4. When bill sent to bank for collection is dishonored. When the bill sent to bank for collection is dishonored. പണം സമാഹരിക്കുന്നതിന് വേണ്ടി ബാങ്കിലേക്ക് അയച്ച ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിരാകരിക്കുമ്പോൾ, കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ച ബില്ല് നിരാകരിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ത്? ഈ കേസിൽ ഡ്രോയി വീണ്ടും നമ്മുടെ ഡെപ്റ്ററായിട്ട് വരുന്നു. അതേസമയം കളക്ഷന് വേണ്ടി നമ്മൾ ബാങ്കിലേക്ക് അയക്കുമ്പോൾ ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ എന്ന ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ട് ഇവിടെ ക്യാൻസൽ ആക്കുകയാണ് വേണ്ടത്. ഇവിടെ വരുന്ന ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട്, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട്, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട്, ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ ഡിസോണേഡ്. ഈ 4 കേസിലും വരുന്ന ഡിസോണറിൻ്റെ ജേണൽ എൻട്രികളെ ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏത് കേസിലും വരുന്ന ഡിസോണറിൻ്റെ ജേണൽ എൻട്രി വളരെ പെട്ടെന്ന് നമുക്ക് പറയാം. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്, ടു ബാങ്ക് അക്കൗണ്ട്, ടു എൻഡോസി അക്കൗണ്ട്, ടു ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട്. ഡ്യൂ ഡേറ്റ് വരെ നിലനിർത്തിയ ബില്ല് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എൻഡോസ് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എൻഡോസി അക്കൗണ്ട്. കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ച ബില്ല് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട്. സാധാരണമായി ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോൾ വരുന്ന ജേണൽ എൻട്രികളാണ് പരീക്ഷയ്ക്ക് 90% ചോദിക്കാറ്. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണറായി. ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കാം. ഓൺ 1st May 2017 Krishna sold goods to Kripa for ₹20,000 and drew a bill of exchange for 3 months. മെയ് 1, 2017 കൃഷ്ണ 20,000 രൂപയ്ക്ക് കൃപയ്ക്ക് സാധനങ്ങൾ വിറ്റു. 3 മാസത്തേക്കുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി. കൃപ ആക്സെപ്റ്റഡ് ദ ബിൽ. കൃപ ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്തു. ഓൺ 1st June 2017 കൃഷ്ണ ഡിസ്കൗണ്ടഡ് ദ ബിൽ വിത്ത് ഹെർ ബാങ്ക് ഫോർ ₹19,500. ജൂൺ 1, 2017 കൃഷ്ണ 19,500 രൂപയ്ക്ക് തൻ്റെ ബാങ്കിൽ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ 20,000 രൂപ വിലയുള്ള ഈ ബില്ല് 19,500 ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കൃഷ്ണയ്ക്ക് ലഭിച്ച തുക 19,500. 500 രൂപ എന്താണ് ഡിസ്കൗണ്ടായിട്ട് വരുന്നു. ബട്ട് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ദ ബിൽ കൃപ വാസ് അൺഏബിൾ ടു മേക്ക് ദ പേയ്മെൻറ്റ്. ബില്ലിൻ്റെ കാലാവധി തീയതിയിൽ കൃപയ്ക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ല. പാസ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് കൃഷ്ണ. കൃഷ്ണയുടെ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ എഴുതുക. കൃഷ്ണ ഇവിടെ ആരാണ്? കൃഷ്ണ ഇവിടെ ഡ്രോയറാണ്.
ഡ്രോയർ, ബില്ല് എഴുതുന്ന കക്ഷി അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ. അങ്ങനെയെങ്കിൽ കൃഷ്ണയുടെ ബുക്കിൽ വരുന്ന ട്രാൻസ്ലേഷനുകൾ ഏതെല്ലാം? എന്തൊക്കെയാണ് വരിക? കൃഷ്ണ നമ്മളാണ് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ നടത്തുന്ന ട്രാൻസ്ലേഷനുകൾ എന്തെല്ലാം? 1 മെയ് 2017 കൃപയ്ക്ക് സാധനങ്ങൾ വിറ്റു. അന്ന് തന്നെ കൃപയിൽ നിന്ന് ബില്ല് കിട്ടി. ജൂൺ 1, 2017 ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു. ഡ്യൂ ഡേറ്റിൽ ബില്ല് അനാദരിക്കപ്പെട്ടു. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് അനാദരിക്കപ്പെട്ടു. ഇങ്ങനെ 4 ജേണൽ എൻട്രികളാണ് ഇവിടെ വരിക. കൃഷ്ണയുടെ ബുക്കിൽ 4 ട്രാൻസ്ലേഷനുകളാണ് വരുന്നത്. 1, കൃപയ്ക്ക് സാധനങ്ങൾ വിറ്റു. 2, കൃപയിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടി, ബില്ല് കിട്ടി. 3, ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു. 4, ഡ്യൂ ഡേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് അനാദരിക്കപ്പെട്ടു. കൃഷ്ണയുടെ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മെയ് 1, 2017 കൃപയ്ക്ക് സാധനങ്ങൾ വിറ്റു. ജേണൽ എൻട്രി കൃപ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. കൃപ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഒന്നാമത്തെ ജേണൽ എൻട്രി 1/5/2017 കൃപയ്ക്ക് സാധനങ്ങൾ വിറ്റു. ജേണൽ എൻട്രി കൃപ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് 20,000. അന്ന് തന്നെ കൃപയിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടി, ബില്ല് കിട്ടി. ബില്ല് കിട്ടുമ്പോൾ ജേണൽ എൻട്രി ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കൃപ അക്കൗണ്ട്. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കൃപ അക്കൗണ്ട്. കൃപയിൽ നിന്ന് ബില്ല് കിട്ടി. ഇനി ജൂൺ 1, 2017 19,500 രൂപയ്ക്ക് ബാങ്കിൽ ഇത് ഡിസ്കൗണ്ട് ചെയ്തു. ജേണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഇതാണ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. എന്തൊക്കെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 19,500, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 500, ടു ബിൽ റിസീവബിൾ അക്കൗണ്ട് 20,000. അങ്ങനെ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആവുകയാണ്. എന്നാണ് ഇത് ഡിസോണർ ആകുന്നത്? മെയ് 1 ഈ ബില്ല് എഴുതിയത്, 3 മാസത്തെ ബില്ല്. ജൂൺ 1, ജൂലൈ 1, ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 നോർമൽ ഡ്യൂ ഡേറ്റ്. അതിനോടൊപ്പം 3 അധിക ദിവസങ്ങൾ കൂട്ടണം. ഓഗസ്റ്റ് 4, ഓഗസ്റ്റ് 4, ഓഗസ്റ്റ് 4, 4/8/2017. ജേണൽ എൻട്രി എന്തായിരിക്കും? ജേണൽ എൻട്രി ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ ജേണൽ എൻട്രി എന്ത്? ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് അനാദരിക്കപ്പെടുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഡ്രോയി നമ്മൾക്ക് പണം തരാനുണ്ട്, ബാങ്കിന് നമ്മൾ പണം കൊടുക്കാനുണ്ട്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ വരുന്ന ജേണൽ എൻട്രി കൃപ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. കൃപ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇതാണ് ബില്ല്, ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് അനാദരിക്കപ്പെടുമ്പോഴുള്ള ജേണൽ എൻട്രി. മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അനൂപ് സോൾഡ് ഗുഡ്സ് ടു ശാലിനി ഓൺ January 1, 2017 for ₹40,000 and drew upon her a bill of exchange for 3 months. അനൂപ് ശാലിനിക്ക് 1/1/2017 40,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. അനൂപ് ശാലിനിയുടെ പേർക്ക് 3 മാസത്തേക്കുള്ള ഒരു ബില്ല് എഴുതി. ശാലിനി ആക്സെപ്റ്റഡ് ദ ബിൽ ആൻഡ് റിട്ടേൺഡ് ടു അനൂപ്. ശാലിനി ബില്ല് ആക്സെപ്റ്റ് ചെയ്തു, അത് അനൂപിന് മടക്കി നൽകി. അനൂപ് ഡിസ്കൗണ്ടഡ് ദ ബിൽ ബൈ ആൻ ഇൻട്രസ്റ്റ് ഓഫ് 8% per annum. വർഷത്തിൽ 8% ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ ബില്ല് അനൂപ് ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്യുന്നത് 2/1/2017, 2/1/2017. അതായത് ജനുവരി മാസം തന്നെയാണ് ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തത്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ വാസ് ഡിസോണേഡ്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ വാസ് ഡിസോണേഡ്. ഡ്യൂ ഡേറ്റിൽ ബില്ല് അനാദരിക്കപ്പെട്ടു. ഇവിടെ അനൂപിൻ്റെ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തുക. നേരത്തെ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ട അതേ തരത്തിലുള്ള ജേണൽ എൻട്രികളാണ് ഇവിടെ വരിക. 4 ജേണൽ എൻട്രികളാണ് അനൂപിൻ്റെ ബുക്കിൽ
വരിക. 1. ശാലിനിക്ക് സാധനങ്ങൾ വിറ്റു. 2. ശാലിനിയിൽ നിന്ന് ബില്ല് കിട്ടി. 3. ബാങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു. 4. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് അനാദരിക്കപ്പെട്ടു. ആദ്യത്തെ ജേർണൽ എൻട്രി, ശാലിനിക്ക് സാധനങ്ങൾ വിറ്റു. ഇവിടെ അരൂപ് ഡ്രോയറാണ്. ഡ്രോയറുടെ ബുക്കിലുള്ള ജേർണൽ എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. ശാലിനിക്ക് സാധനങ്ങൾ വിറ്റു. ജേർണൽ എൻട്രി, ശാലിനി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ശാലിനി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അന്ന് തന്നെ ശാലിനിയിൽ നിന്ന് നമുക്ക് ബില്ല് കിട്ടി. ജേർണൽ എൻട്രി, ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ശാലിനി അക്കൗണ്ട്. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ശാലിനി അക്കൗണ്ട്. ഇനി 2-ാം തീയതി ഈ ബില്ല് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാണ്. ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് തന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തന്നത്. അതുകൊണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ബിൽ എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ഡിസ്കൗണ്ട് റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു റിമൈനിങ് പീരിയഡ് ഡിവൈഡഡ് ബൈ 12. ബിൽ എമൗണ്ട് 40,000 ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ഡിസ്കൗണ്ട് റേറ്റ് 8%, 8/100 ഇൻറ്റു റിമൈനിങ് പീരിയഡ്. എന്താ റിമൈനിങ് പീരിയഡ്? ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത തീയതി മുതൽ ഡ്യൂ ഡേറ്റ് വരെയുള്ള മാസങ്ങളുടെ എണ്ണം. ജനുവരി 2-ാം തീയതിയാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി 1 മാസം, മാർച്ച് 2 മാസം, ഏപ്രിൽ 3 മാസം. റിമൈനിങ് പീരിയഡ്, ബില്ല് കാലാവധിയാകാനുള്ള ബാക്കി കാലയളവ് എന്ന് പറയുന്നത് 3 മാസം. അതുകൊണ്ട് 3/12 എന്നാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. 40,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/12. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 800. നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 800 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുക എത്രയായിരിക്കും? 39,200 രൂപയാണ് ബാങ്കായിട്ട് അല്ലെങ്കിൽ ക്യാഷായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 39,200, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 800, ടു ബിൽ റിസീവബിൾ അക്കൗണ്ട് 40,000. ഇനി ഡ്യൂ ഡേറ്റിൽ ബില്ല് അനാദരിക്കപ്പെട്ടു. ഏപ്രിൽ 4, 2017 ബില്ല് അനാദരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിരാകരിക്കുന്നത്. ബില്ല് ഡിസോർഡർ ആകുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി? ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോർഡർ ആകുമ്പോഴുള്ള ജേർണൽ എൻട്രി, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ആരാ ഡ്രോയി? ശാലിനി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്, ശാലിനി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബിൽ ഡിസോണേറ്റ് 40,000. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ബുക്കിൽ എഴുതുക. തുടർന്ന് ഡ്രോയറുടെ ബുക്കിലുള്ള ജേർണൽ എൻട്രികൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം ഇത് ബുക്കിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.